ഇപ്പോൾ ഡെല്ല സിദ്ധാർത്ഥ്, ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ടത്, നമ്മളിപ്പോൾ ഗെയിം കളിച്ച് കുറച്ച് ഫണ്ണായിട്ട് പോയല്ലോ, ഇനി നിങ്ങളുടെ ഈ കരിയറിനെ കുറിച്ചിട്ട്, നിങ്ങളുടെ ഡ്രീം, നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു കരിയർ ചൂസ് ചെയ്തത്, അങ്ങനെ കുറച്ച് വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹം എന്തായാലും ഉണ്ടാവും. ഡെല്ല പറയൂ, ഡെല്ല എങ്ങനെയാണ് ആദ്യം വന്നത്? സീരിയലായിരുന്നോ അത് സിനിമയായിരുന്നോ, എങ്ങനെയായിരുന്നു? അല്ല, സീരിയലിലൂടെയാണ് ഞാൻ വന്നത്. ഞാൻ ഫസ്റ്റിൽ ഒരു ഷോയാണ് ചെയ്തത്, ഒരു റിയാലിറ്റി ഷോ ചെയ്തു. കണ്ടസ്റ്റന്റാ ആയിരുന്നു അത്, ആക്ടിങ്ങിന്റെ ഷോ ആയിരുന്നു. അതൊരു 2000 പേരുടെ ഒരു ഷോ ആയിരുന്നു. അത് ടോപ്പ് 12 എത്തിയതായിരുന്നു ആ ഷോ കണ്ടിന്യൂ ആയിട്ട് പോയത്. അപ്പോൾ അങ്ങനെ എത്തി, അവിടെ നിന്ന് നേരെയാണ് ഞാൻ സീരിയലിലേക്ക് വരുന്നത്. ഇപ്പോൾ ഹാപ്പിയാണോ ഈ ഒരു കരിയർ ചൂസ് ചെയ്തു, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓക്കെ നല്ല രീതിയിലാണ് പോകുന്നത്, ആ ഒരു ഹാപ്പിനെസ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്, നന്നായിട്ട് തന്നെയുണ്ട്. അടിപൊളി, അതാണല്ലോ നമുക്ക് വേണ്ടത്. സിദ്ധു പറയൂ, സിദ്ധുവിന്റെ ഒരു കരിയറിലേക്ക് എങ്ങനെയായിരുന്നു? പണ്ട് മുതൽ ഈ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നടനാവണം എന്നുള്ളത്? 2ാം ക്ലാസ് മുതൽ എൻ്റെ എനിക്ക് ഓർമ്മയുള്ള സമയം മുതൽ. ആ സമയത്ത് എന്തോ ഒരു ഷോർട്ട് ഫിലിമിലേക്ക്, നമ്മുടെ ശരത്തേട്ടനെ അഭിനയിച്ച ഷോർട്ട് ഫിലിം, അതിലേക്ക് ഫോട്ടോ അച്ഛനെയും കൂടി പോയിട്ട് എടുത്തതൊക്കെ നല്ല ഓർമ്മയിലുണ്ട്. പിന്നെ അവിടെ തൊട്ട് ഇങ്ങനെ ഭയങ്കര ആഗ്രഹമാണ് എങ്ങനെയെങ്കിലും ഇതിലേക്ക് ആവണം. ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ശരിക്കും. അപ്പം അങ്ങനെ കോളേജസിലൊക്കെ ഇങ്ങനെ നാടകത്തിലൊക്കെ ജോയിൻ ചെയ്ത് ബെസ്റ്റ് ആക്ടർ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ നമ്മുടെ നടനും പ്രൊഡ്യൂസറുമായിട്ടുള്ള അരുൺ ചേട്ടൻ, എൻ്റെ സ്വന്തം ബ്രദറിനെ പോലെ അരുൺ ഘോഷ് ചേട്ടൻ. അപ്പോൾ അദ്ദേഹമാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. ആളുടെ അനിയൻ എൻ്റെ ഫ്രണ്ടാണ് അരുൺ ഘോഷ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് സിനിമ ചെയ്യണമെന്നാണ് ആഗ്രഹം. അതാണ് ലാസ്റ്റ് ഒരു ലക്ഷ്യം. എൻ്റെ ഞാൻ അങ്ങനെ പാടില്ല, അത്യാവശ്യമൊക്കെ പാടും. ഒരു ആൽബം ഞാൻ നേരിട്ട് പ്ലേബാക്ക് പാടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് കമ്പനിയായിട്ട് സ്വാസികയും കൂടി ഒന്ന് പാട്. ഞാനും ശ്രമിക്കാം. ഞാനൊരു പാട്ടുകാരനല്ല, ഞാൻ ശ്രമിക്കാം. കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടിയിലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ, വരുമെന്നു പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല, കൽബിലെ മൈനയെന്നും ഉറങ്ങിയില്ല, മധുമാസരാവിൻ വെൺചന്ദ്രനായി ഞാൻ അരികത്തു നിന്നിട്ടും കണ്ടില്ലേ, നീ കണ്ടില്ലേ, കല്ലായി കടവത്ത് കാറ്റൊന്നും മിണ്ടിയില്ല, മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ. ഈ പാട്ട് ഇങ്ങനെയും പാടാമെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. പക്ഷേ ഈ പാട്ട് നമ്മൾ ഇങ്ങനെ പാടിയപ്പോൾ എനിക്ക് വേറൊരു കാര്യം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. അതായത് ഒരു ഗെയിമർ എന്ന രീതിയിൽ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി, നമ്മളിപ്പോൾ ഈ പാട്ട് പാടിയല്ലോ, നമ്മൾ പാടിയതേ ഈ പാട്ടിന്റെ ട്യൂണല്ല, അത് വേറെ കാര്യം. പക്ഷെ ഡെല്ല ഇവിടെ ഇരുന്ന് ആസ്വദിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ ഡെല്ല എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ പാടിയ പാട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഒറിജിനൽ പാട്ട് ഉണ്ടല്ലോ, ആ ട്യൂണിനോട് ഒരു ബന്ധമില്ലാതെ ഈ പാട്ട് പാടണം. 4 വരി. റെഡി? ട്യൂൺ ഒന്നും, ഈ ട്യൂൺ വേണ്ട, വേറെ ട്യൂൺ. കല്ലായി കടവത്തെ പ്രത്യേകിച്ച് ട്യൂണൊന്നുമില്ല. സിദ്ധുവിന് പറ്റുമോ? നമുക്ക് ചെറിയൊരു മണിമാരൻ വരുമെന്ന് ചൊല്ലി. അത് നല്ലത്. അപ്പൊ എന്തായാലും ഞങ്ങളുടെ പാട്ടിനും ഡെല്ലയുടെ പാട്ടിനും എല്ലാവർക്കും ചേർന്ന് നമ്മളൊരു ഗംഭീര കൈയ്യടി കൊടുക്കുകയാണ്.